ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾക്ക് വീണ്ടും ദൈവസന്നതിയിൽ ഒരുമിച്ച് കൂടി വരുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഇടയലേഖനങ്ങളുടെ പഠനത്തിൽ പ്രായോഗികമായി ആ വിഷയം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാം എന്നതിനുകൂടി ഊന്നൽ കൊടുത്താണ് നമ്മുടെ പഠനം നമ്മൾ ഇതുവരെയും തുടരുവാനായിട്ട് ദൈവം സഹായിച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് മാറ്റങ്ങൾക്ക്, പരിവർത്തനങ്ങൾക്ക്, രൂപാന്തരങ്ങൾക്കൊക്കെ മുഖാന്തരമായി തീരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4-ാം അധ്യായം അതിൻ്റെ 8 വരെയുള്ള വാക്യങ്ങളാണ് ചിന്തിച്ചത്. 2 തിമോഥെയോസ് 4-ാം അധ്യായം അതിൻ്റെ 8 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു. ശുശ്രൂഷ രംഗത്ത് തൻ്റെ ശുശ്രൂഷയുടെ അവസാന നാളുകളിൽ പൗലോസ് എത്തി നിൽക്കുമ്പോൾ തനിക്ക് തൻ്റെ ശുശ്രൂഷ സംബന്ധിച്ചുള്ള ആ ചാരിതാർത്ഥ്യം, അല്ലെങ്കിൽ താൻ അത് ഏറ്റവും വിശ്വസ്തമായിട്ട് നിറവേറ്റി എന്നൊരു കോൺഫിഡൻസ് പൗലോസിനുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തെ വളരെയധികം സ്പർശിക്കേണ്ട, സ്വാധീനിക്കേണ്ട ഒരു വിഷയമാണ്. കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകൾ ആവോളം വിശ്വസ്തയോടെ ചെയ്തു എന്ന ആ ഒരു ബോധ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ സാക്ഷ്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം ഞാൻ അവിശ്വസ്തനായിരുന്നു, ദൈവം വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ ഒരു നിലപാടല്ല സഭാ ശുശ്രൂഷകരിൽ നിന്നും വിശ്വാസികളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത്. നമ്മൾക്ക് പൗലോസ് കർത്താവ് മാതൃക കാണിച്ചു. പൗലോസ് പറഞ്ഞു എന്നെ അനുകരിപ്പിൻ, കർത്താവ് പറഞ്ഞു എന്നെ അനുകരിപ്പിൻ. അപ്പോൾ കർത്താവ് നൽകിയ പ്രമാണത്തിനനുസരിച്ച് ജീവിച്ചു വന്ന ഒരു മാതൃകാ ജീവിതമാണ് അപ്പോസ്തലനായ പൗലോസിൻ്റെത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു അനുഭവം, കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ അതെന്തുമായിക്കോട്ടെ, ഏറ്റവും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ആ ശുശ്രൂഷകളുടെ അവസാനം നമുക്ക് ആ ശുശ്രൂഷയുടെ നിറവിലേക്ക് വരുമ്പോൾ ഞാൻ നന്നായിട്ട് പൊരുതി എനിക്കുള്ള കിരീടം അത് ഷുവറാണ് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന. പൗലോസിന് മാത്രമല്ല, പൗലോസ് ആ വാക്ക്, ആ പാരഗ്രാഫ് പറഞ്ഞ് അവസാനിക്കുന്നത് ഇത് എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ എന്ന് പറഞ്ഞാൽ എല്ലാ വിശ്വാസികൾക്കും ഈ കിരീടം പ്രാപിക്കുവാനായിട്ട് കഴിയും. ഇവിടെ നീതിയുടെ കിരീടം എന്ന് പറയുന്നു. അത് ഓട്ടക്കാർക്ക് കിട്ടുന്ന കിരീടം. 5 കിരീടങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. ഓരോരുത്തർക്കും ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയുടെ തികവിൽ നമ്മൾ ഒരു എൻഡിലേക്ക് വന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് പെട്ടെന്നുള്ള മരണങ്ങളല്ല, നമ്മുടെ ജീവിതത്തിൽ മരണത്തെ നാം മുന്നിൽ കാണുമ്പോൾ നമുക്ക് ഒരു ചാരിതാർത്ഥ്യം നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ ജീവിതം ദൈവം എന്താണോ പദ്ധതി ചെയ്തത് അതിനോട് ഞാൻ അടുത്തു വന്നു, എനിക്കത് സാധ്യമായി എന്ന് പറയുവാൻ കഴിയുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എത്തണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. അത് പൗലോസിനെ കുറിച്ച് മാത്രമല്ല, പൗലോസിന്റെ പ്രത്യാശ പിന്തുടരുന്ന എല്ലാ ദൈവമക്കളിലും ആ ഒരു അനുഭവം ഉണ്ടാകണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. ഇനി അതിന്റെ 2-ാം ഭാഗത്തേക്ക് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ അതിന്റെ 9 മുതൽ ഉള്ള വാക്യങ്ങളിൽ പ്രധാനമായിട്ടും ഒരു കൺക്ലൂഡിംഗ് ആയിട്ട് പറയുന്ന വിഷയങ്ങളാണ്. അതിന്റെ ഒത്തിരി വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എന്നാൽ അതിനകത്ത് 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമുക്ക് അടുത്ത ലേഖനത്തിലേക്ക് പോകാം. ക്ലാസ്സുകൾ ദീർഘമായി പോകുന്നുണ്ടല്ലോ. അത് തന്നെയല്ല, ഇവിടെ അധികം വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ഇവിടെ 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ് പൗലോസ് ദൈവാത്മാവിൽ ഓർപ്പിക്കുന്നത്. അതില് നമ്മൾ വിശ്വാസ യാത്രയിൽ മുൻപോട്ട് പോകുമ്പോൾ, ശുശ്രൂഷയിലായാലും അല്ലാതെയും മുൻപോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന ചില പരാജയങ്ങളും ചില ജാഗ്രതകളും അത് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ഇവിടെ പൗലോസിനോട് കൂടെ ശുശ്രൂഷ രംഗത്തുണ്ടായിരുന്ന വ്യക്തിയാണ് ദേമാസ്. എന്നാൽ ദേമാസിന്റെ ജീവിതത്തിൽ തിമോഥെയോസിനോടാണ് ഈ വിഷയം പറഞ്ഞു വരുന്നത്. നമുക്കറിയാം, വളരെ ചെറുപ്പക്കാരനായിരിക്കുന്ന പൗലോസിന്റെ ശിഷ്യനായിരിക്കുന്ന, അല്ലെ ശിഷ്യബൃന്ദത്തിൽപ്പെട്ട ഒരാളാണ് ഈ തിമോഥെയോസും. എന്നാൽ തിമോഥെയോസ് മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടെ ഒരു പടി കൂടെ മുമ്പോട്ട് കടന്ന് വിശ്വസ്തനായി ശുശ്രൂഷ ചെയ്തു എന്നുള്ളതാണ് തന്നെ പ്രിയനാക്കിയിരിക്കുന്ന വിഷയം. അപ്പോൾ ഇവിടെ തിമോഥെയോസിനോട് പറയുന്ന വിഷയം, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. വിശ്വാസം വിട്ടുപോയി എന്നല്ല അവിടെ പറയുന്നത്, ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് പോയി എന്നാണ്. എന്ന് പറഞ്ഞാൽ ആത്മീകമായ ശുശ്രൂഷ രംഗത്ത് നേരിടുന്ന പ്രതിസന്ധികളെ
അഭിമുഖീകരിക്കുവാൻ, ഫേസ് ചെയ്യുവാനായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അവന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. അവന് കുറച്ചുകൂടെ ലോകത്തിലുള്ള സൗകര്യം കുറച്ചുകൂടെ കംഫർട്ടായിട്ട് അവന് ഫീൽ ചെയ്തു. അതുകൊണ്ട് അവൻ പൗലോസിനെ വിട്ടുപോയി എന്ന് നമ്മൾ വായിക്കുന്നു. ഈ പൗലോസിന്റെ കാരാഗ്രഹവാസത്തോട് നമ്മൾ ചേർത്ത് പഠിച്ചു വരുമ്പോൾ ശിഷ്യന്മാർ പലരും പൗലോസിന്റെ അടുക്കൽ വരികയും വന്നും പോയി നിൽക്കുന്ന അനുഭവം, ചിലര് കൂടെ നിൽക്കുന്ന അനുഭവം അന്ന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് അന്നത്തെ ഒരു, ഇന്ന് ജാമ്യം കിട്ടുമ്പോൾ എല്ലായിടയ്ക്ക് വിസിറ്റിംഗ് ടൈം ഇന്നും ജയിലുകളിൽ ലഭ്യമാണല്ലോ. അതുപോലെ പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്ന വളരെ ആക്റ്റീവായിട്ട് നിന്ന ഒരു വ്യക്തിയാണ് ദേമാസ്. എന്നാൽ താൻ ലോകത്തെ സ്നേഹിച്ച, അല്ലെങ്കിൽ ഈ പൗലോസിന്റെ പീഡാനുഭവങ്ങൾ കണ്ട് കണ്ടിന്യൂ ചെയ്യാൻ മനസ്സിലാതെ മടങ്ങിപ്പോയി എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇത് തിമത്യോസിനോട് പറയാനുള്ള കാരണം എന്താ? തിമത്യോസ് ശുശ്രൂഷ രംഗത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ മുമ്പിൽ ഫേസ് ചെയ്യാനായിട്ടുണ്ടാവും. ഏറ്റവും പ്രിയപ്പെട്ടവരായി കൂടെ നിൽക്കുന്ന പലരും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിട്ടുപോയി എന്നുള്ള അവസ്ഥ വരാം, എന്നതിൽ നിരാശപ്പെടരുത് എന്നുള്ളതാണ് പൗലോസ് പറഞ്ഞു വരുന്ന സന്ദേശം. പിന്നെ നമ്മൾ 2-3 പേരെ വായിക്കുന്നുണ്ട്. ക്രേസ്കേസ് ഗലാത്യക്ക് പോയി, തീത്തോസ് ദൽമാത്യക്ക് പോയി. ഇവരൊക്കെ ശുശ്രൂഷ രംഗത്ത് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അവര് ശുശ്രൂഷയുള്ള ബന്ധത്തിൽ തന്നെയാണ് പോയിരിക്കുന്നത്. ലൂക്കോസ് മാത്രമേ എൻ്റെ കൂടെ ഇപ്പോഴുള്ളൂ. പിന്നീട് പൗലോസ് പറഞ്ഞു വരുന്ന ഒരു വിഷയം അതിന്റെ 14-ാം വാക്യത്തിൽ വരുമ്പോൾ, ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നതുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചുകൊള്ളുക. അപ്പൊ സുവിശേഷ രംഗത്ത് ഇദ്ദേഹം ഒരു വിശ്വാസിയാണോ അല്ലയോ എന്ന് പറയുന്നില്ല. ഒരു പക്ഷെ വിശ്വാസി ആയിരിക്കാം, ഉപദേശ സംബന്ധമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആയിരിക്കാം അവിടുത്തെ വിഷയം, അല്ലെങ്കിൽ സുവിശേഷ സന്ദേശത്തെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം അദ്ദേഹം. അതെന്താണെന്ന് വ്യക്തമായിട്ട് പറയാത്തതുകൊണ്ട് ഊഹാപോഹങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്നാൽ അതിൽ രത്ന ചുരുക്കമായി നിൽക്കുന്ന വിഷയം, സുവിശേഷ സത്യത്തിന് പ്രശ്നക്കാരനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അലക്സാണ്ടർ. ഇങ്ങനെയുള്ള വ്യക്തികളെ ഇന്ന് നമുക്ക് കാണാം. സഭയ്ക്കുള്ളിലും കാണാം, സഭയ്ക്ക് പുറത്തും കാണുവാനായിട്ട് സാധിക്കും. സഭയ്ക്കുള്ളിൽ ആത്മീകമായിട്ട് എന്ത് അഭിവൃദ്ധിപരമായിരിക്കുന്ന ആലോചനകൾ വന്നാലും അതിന് വട്ടം വയ്ക്കുന്ന, അതിനെതിരെ നിൽക്കുന്ന ആളുകൾ മിക്ക സ്ഥലം സഭകളിലും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരെ നീ സൂക്ഷിച്ചു കൊള്ളണം. അവർക്ക് വേണ്ടി നിന്റെ സമയം വേസ്റ്റ് ചെയ്യരുത്. വളരെ ജാഗ്രതയോടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പൗലോസ് തിമത്യോസിനെ ഓർപ്പിക്കുന്ന വിഷയം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്രായോഗിക ജീവിതത്തോട് ബന്ധത്തിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന 2 വിഷയം. ഒന്ന്, ഒരു കൂട്ടം ആളുകൾ അവരിൽ ദൈവവേലയേക്കാൾ, അവർ ദൈവത്തോട് സ്നേഹമുള്ളവരാണ്, ദൈവവേലയെ സ്നേഹിക്കുന്നവരാണ്. എന്നാൽ അതിലുപരി ഈ ലോകത്തോട് അവർക്ക് സ്നേഹം കൂടുതലായതുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ നമ്മളെ വിട്ടുപോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെ ആരെങ്കിലും വിട്ടുപോയാൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഭാരപ്പെടേണ്ട ആവശ്യമില്ലെന്നാണ്. അതെല്ലാ കാലത്തുമുള്ള ഒരു പ്രതിഭാസമാണ്. ആത്യന്തികമായിട്ട് ആത്മീക ജീവിതം എന്ന് പറയുന്ന വ്യക്തി സമർപ്പണത്തിൽ നിന്നുണ്ടാകുന്ന, കൂട്ടായിട്ട് നമ്മൾ പോകുന്നെങ്കിലും വ്യക്തിപരമായിട്ടാണ് ആ സമർപ്പണവും വിധേയത്വം ഒക്കെ ഉണ്ടാകുന്നത് വ്യക്തിപരമാണ്. അപ്പൊ ദൈവസന്നിധിയിൽ ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്ന വ്യക്തികൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂട്ട് പ്രവർത്തകർ, സഹപ്രവർത്തകർ, സഹശുശ്രൂഷകന്മാർ പ്രതിസന്ധികളുടെ മുമ്പിൽ ഇട്ടിട്ട് ഓടുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഉടനെ പതറിപ്പോകുവാനായിട്ട് ആവശ്യമില്ല എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്. അത് കൃത്യമായിട്ട് പൗലോസ് പറയുന്നുണ്ട്. അതിന്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 16 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു, അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് കണക്കിടപ്പെടേണ്ട ഒരു വിഷയമാണ്, എന്നാൽ കണക്കിടാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അടുത്ത വാക്കാണ് പ്രധാനം. അവിടെ 2 കാര്യങ്ങൾ എടുത്തു പറയുന്നു. ഒന്ന്, കർത്താവ് എനിക്ക് തുണ നിന്നു. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അതിൽ 18-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച്, അത് വിടുവിക്കും, ഭാവിയിൽ നടക്കുന്ന ഒരു വിഷയമായിട്ടാണ്. തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും, അവരെന്നേക്കും മഹത്വം. ആമേൻ. അതിനകത്ത് 3 കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്. ഒന്ന്, കർത്താവ് എനിക്ക് തുണ നിൽക്കും. അപ്പൊ സഭാ ശുശ്രൂഷകരോടുള്ള ബന്ധത്തിൽ, സുവിശേഷകന്മാരോടും മൂപ്പന്മാരോടുമുള്ള ബന്ധത്തിൽ, ശുശ്രൂഷ രംഗത്ത് നേരിടുന്ന അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള പ്രതിബന്ധങ്ങൾക്ക് മുമ്പിൽ നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു വിഷയം, എൻ്റെ ശുശ്രൂഷ കർത്താവിന്റെ ഹിതത്തിനനുസരിച്ച് അതിനനുസരണമാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ കർത്താവ് എനിക്ക് തുണ നിൽക്കും എന്നുള്ള ഒരു ഉറപ്പ് നിശ്ചയവും നമുക്ക് പൗലോസിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്നു. രണ്ടാമതായിട്ട്, കർത്താവ് എന്നെ ശക്തീകരിക്കും എന്ന് പറഞ്ഞാൽ ബലഹീനതയിൽ തുണ നിൽക്കുന്ന വ്യക്തിയാണ് കർത്താവ്. നമ്മൾ പൗലോസിനോട് തന്നെ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ് എന്ന് വ്യക്തമായിട്ട് പൗലോസിന് കർത്താവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു അനുഭവം തൻ്റെ ജീവിതത്തിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്ന് നിൽക്കുകയാണ്. മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഇനി ഏത് സമയത്തും
ശിരസ് ഛേദിക്കപ്പെടാം, തല കണ്ടിച്ച് തന്നെ കൊല്ലാം എന്നുള്ള ആ വിധി വന്ന് താൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ പൗലോസ് മുന്നിൽ കാണുന്ന ആ ഒരു ബോധ്യം, കർത്താവ് ഒരിക്കൽ എനിക്ക് ഞാൻ നിന്നെ ശക്തീകരിക്കും എന്നുള്ള ഒരു വാഗ്ദത്തം തന്നു, ഇന്നുവരെയും കർത്താവിനെ ശക്തീകരിച്ചു എന്നുള്ള ആ ഒരു നിർവൃതി തന്റെ ജീവിതത്തിലുണ്ട്. അപ്പൊ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നേരിടുന്ന ശുശ്രൂഷ രംഗത്ത് ഇത് സഭാ പരിപാലനം എന്നുള്ള വിഷയത്തോട് ബന്ധപ്പെട്ടാണ് നമ്മുടെ വിഷയം പഠിച്ചു വരുന്നത്. സഭയെ പരിപാലിക്കുക എന്ന് പറയുന്ന ഒരു നിസ്സാര ജോലിയല്ല. ഒരു സ്ഥാനം, മൂപ്പൻ സ്ഥാനം, സുവിശേഷകൻ എന്നുള്ള സ്ഥാനം, ഉപദേഷ്ടാവ് എന്നുള്ള സ്ഥാനം, ഈ സ്ഥാനം എന്നുള്ള വിഷയത്തിൽ സ്ഥാനമോഹികളായി മനുഷ്യർ പൊതുവെ സ്ഥാനമോഹികളായതുകൊണ്ട് സ്ഥാനം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ആ സ്ഥാനത്ത് നിന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ, അതും വ്യവസ്ഥ പ്രകാരം ചെയ്യുമ്പോൾ, അത് ലളിതമായിരിക്കുന്ന ഒരു വിഷയമല്ല. വളരെ പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ പ്രതിസന്ധികൾ തരണം ചെയ്യുമ്പോൾ വചനത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തികളാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത്. ഈ മനുഷ്യന്റെ ഇഷ്ടത്തിനൊത്ത് ഫ്ലെക്സിബിൾ ആകാതെ വചനം കൃത്യമായി പാലിക്കണം, സഭ ദൈവനാമം ഒത്തതിനായി നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ അവർക്ക് വളരെ പ്രതികൂലങ്ങൾ തരണം ചെയ്യേണ്ടതായിട്ട് വരും. അനേകർ വിട്ടുപോകും, അനേകർ എതിർത്ത് നിൽക്കും, ഇങ്ങനെ അനേക വിഷയങ്ങൾ വരും. ഇതാണ് പൗലോസ് ദൈവാത്മാവിൽ ഓർപ്പിക്കുന്ന വിഷയം. അപ്പോൾ എന്നാൽ അവിടെ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് തന്റെ ജീവിതാനുഭവത്തിന്റെ വെളിച്ചത്തിൽ തിമോഥെയോസിന് പറഞ്ഞു കൊടുക്കുന്നു, നമ്മൾക്കുള്ള പ്രബോധനം കൂടിയാണ്. കർത്താവ് എനിക്ക് തുണ നിന്നു. അപ്പൊ കർത്താവ് ഇന്ന് നമ്മൾ പ്രവർത്തന നിരതരായിരിക്കുന്നതുകൊണ്ട് നമുക്കുണ്ടാകേണ്ട ഒരു ബോധ്യം, എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ആത്മീക ശുശ്രൂഷ രംഗത്ത് പഥ്യവചനത്തിനു വേണ്ടി, അതാണ് നമുക്കറിയാം ഇടയലേഖനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, പഥ്യോപദേശവും ദുരുപദേശവും. പഥ്യോപദേശത്തിനു വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ. പഥ്യോപദേശം എന്ന് പറഞ്ഞാൽ സഭയെ നമ്മൾ ദൈവഹിതത്തിനനുസരിച്ച് നടത്തിക്കൊണ്ടു പോകേണ്ട വിഷയത്തിലാണ് ഈ പഥ്യോപദേശം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവഹിതത്തിനനുസരിച്ച് നമ്മൾ സഭയെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, സുവിശേഷ പ്രവർത്തന രംഗത്ത് മുമ്പോട്ട് പോകുമ്പോൾ, ഉപദേശ ശുശ്രൂഷ ചെയ്യുമ്പോൾ, അല്ലെ ടീച്ചിങ് മിനിസ്റ്റർ ചെയ്യുമ്പോൾ, നമ്മൾ വചനത്തെ യഥാവിധി പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ കർത്താവ് നമുക്ക് തുണ നിൽക്കും എന്നുള്ളതാണ് കർത്താവിന്റെ വാഗ്ദത്തം. അപ്പൊ അത് നമ്മളെ ഏറെ ആശ്വസിപ്പിക്കുന്ന ഒരു വിഷയം. അതുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, അതായത് നമ്മൾക്ക് ഇരട്ടി ഊർജത്തോടെ ദൈവവചനത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ടുള്ള ഒരു മോട്ടിവേഷനാണ് പൗലോസ് നമുക്ക് ഇവിടെ നൽകുന്നത്. രണ്ടാമത്തെ വിഷയം, അവൻ എന്നെ ശക്തീകരിച്ചു. ഇന്നത്തെ നമ്മളുടെ നിലയിൽ പറയുമ്പോൾ കർത്താവ് നമ്മളെ ശക്തീകരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെയും യാത്രയുടെ അവസാന നാളിലേക്ക് എത്തുമ്പോൾ, എൻ്റെ വിശ്വാസ ജീവിത യാത്രയിൽ, എൻ്റെ ശുശ്രൂഷ രംഗത്ത് കർത്താവ് എനിക്ക് ശക്തിയായിരുന്നു, എന്നെ ശക്തീകരിച്ചു, എന്നെ ആ നയിച്ച ട്രാക്കിൽ നിന്ന് വ്യതിചലിച്ചു പോകാതെ മുന്നോട്ട് പോകുവാനായിട്ട് എനിക്ക് ഇടയായി എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീരുന്നിടത്താണ് ജീവിതം ധന്യമാവുന്നത്. പിന്നെ പൗലോസ് പറയുന്നത്, എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച് തന്റെ രാജ്യത്തിലേക്കാക്കി. ദുഷ്പ്രവൃത്തി എന്ന് ഉദ്ദേശിക്കുന്നത് തന്റെ ജീവിതത്തിൽ താൻ നേരിടുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇപ്പോൾ താൻ ആയിരിക്കുന്ന അവസ്ഥയും അത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ സുവിശേഷ നിമിത്തം കാരാഗ്രഹത്തിന് ഉള്ളിൽ സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ താൻ ഇരിക്കുമ്പോൾ തിമോഥെയോസിനെ ഓർപ്പിക്കുന്ന ഒരു വിഷയം, ഇതും എനിക്കൊരു വിഷയമല്ല. കാരണം ഈ ദുർഘട സമയങ്ങളിൽ നിന്ന് കഴിഞ്ഞ് ദൈവരാജ്യത്തിൽ, സ്വർഗീയ രാജ്യത്തിൽ എനിക്ക് പ്രവേശനം സാധ്യമാണെന്നുള്ള കോൺഫിഡൻസ്. തിമോഥെയോസിനുള്ള പൗലോസിന്റെ ലേഖനത്തിൽ നിന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇനി ഒരു ലേഖനം കൂടെ, അടുത്ത 3 അധ്യായം കൂടെ ഇടയലേഖനങ്ങളുടെ ഭാഗമാണ് തീത്തോസിന്റെ ലേഖനം. അപ്പൊ നമ്മൾ തിമോഥെയോസിനെയും തീത്തോസിനെയും നമ്മൾ ചേർത്ത് വെച്ച് ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ, പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവാത്മാവ് എത്ര ഭംഗിയായിട്ടാണ്, എത്ര കാര്യഗൗരവത്തോടെയാണ് സഭ എന്നുള്ള വിഷയത്തെ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്കറിയാം ക്രിസ്തീയ സഭ എന്നുള്ള വിഷയം ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് പുതിയ നിയമത്തിൽ പെന്തക്കോസ്ത് മുതൽ ഇങ്ങോട്ട് വെളിപ്പാടുകൾ നമ്മൾ കാണുന്നു. പക്ഷെ സഭ എന്ന മർമ്മം, ആ മാർമിക സത്യത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാനായിട്ട് ദൈവാത്മാവ് എടുത്തുപയോഗിച്ച അപ്പോസ്തലൻ പൗലോസിനെ, പത്രോസും യാക്കോബും എല്ലാവരും ഇതിനകത്ത് കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ടല്ലേ, ദൈവം അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ മാർമിക സത്യത്തിന്റെ മഹത്വം, അതിന്റെ ഉള്ളിൽ അന്തസത്ത എന്താണ് എന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയത് അപ്പോസ്തലൻ പൗലോസ് മുഖാന്തരം. അതിന് ഒരു അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു കാരണമുണ്ട്. മറ്റുള്ളവരൊക്കെ ജൂവിഷ് കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് യഹൂദന്മാരിലൂടെയാണ് ദൈവം അരുളപ്പാടുകൾ നൽകിയിട്ടുള്ളത്, അവർക്ക് മാത്രമാണ് പ്രത്യേകത എന്നൊരു ധാരണ അവർക്കുണ്ട്. അതിനെ അതിജീവിക്കാൻ പരിശുദ്ധാത്മാവ് ശ്രമിച്ചിട്ടില്ലെന്നല്ല അതിന്റെ ആശയം. ഈ 2 കൂട്ടരെയും, യഹൂദന്മാരും ജാതികളും ഒരുപോലെ ക്രിസ്തീയ സഭയിൽ തുല്യ പ്രാധാന്യത്തിൽ വരുന്നു എന്നുള്ള ആ ഒരു
ആശയം, ആ ഒരു ദൈവിക വെളിപ്പാട്, അതിന്റെ മഹത്വത്തിൽ വെളിപ്പെടുത്തിയത് പൗലോസ് മുഖാന്തരം. അതുകൊണ്ട് പൗലോസിന് ആ വിഷയം സംബന്ധിച്ച് ലഭിച്ചിരിക്കുന്ന ആത്മീക ഉൾക്കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാവുന്നതിലൊക്കെ ഒത്തിരി ഉന്നതമാണ്. നമ്മൾ പൗലോസിന്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ച് പരിശോധിച്ചാൽ തന്റെ ഹൃദയത്തിൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന ബോധ്യം എത്ര ഭംഗിയായിട്ടാണ് താൻ വരികളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പൗലോസിൽ ഈ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അനുവാചകർക്ക് ഇന്ന് 2000 വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഈ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവസഭയുടെ അല്ലെങ്കിൽ ക്രിസ്തീയ സഭയുടെ മഹത്വം വെളിപ്പെടും വിധം ഏറ്റവും ഭംഗിയായിട്ടാണ് ആ വിഷയം അവതരിപ്പിച്ചിരിക്കുന്നത്. അന്നത്തെ കാലത്ത് പ്രായോഗികമായിട്ടുണ്ടായിരുന്ന വിഷയങ്ങൾ ഇക്കാലത്തും എത്ര പ്രാക്ടിക്കലായിട്ടാണ് ആ വിഷയം ലിങ്ക്ഡ് ആയിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവവചനത്തെ നമ്മൾ അടുത്തറിയുവാൻ, പഠിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ഇതിന്റെ മഹത്വം നമുക്ക് മനസ്സിലാവും. പൗലോസ് സഭയെക്കുറിച്ചുള്ള പൗലോസിന്റെ ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു കാഴ്ചപ്പാട് ഞാൻ വളരെയധികം സന്തോഷിച്ചിട്ടുണ്ട്. മറ്റുള്ളവര് എഴുതി അതിന് അപ്പുറത്തോട്ട് പോയി എന്നുള്ള ആശയത്തിലല്ല ഞാൻ പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വിഷയം വെളിപ്പെടുത്തുമ്പോൾ നമുക്കതിന്റെ ഭംഗി കുറച്ചുകൂടെ ആഴമായിട്ട്, ഹൃദ്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷകൾ തികവുള്ളതായി വരികയുള്ളൂ. ഇനി രണ്ട് നമ്മൾ തീത്തോസിന്റെ ലേഖനത്തിലേക്ക് നമ്മൾ വരികയാണ്. തീത്തോസിനെ കുറിച്ച് മുഖവരയായിട്ട് ചില കാര്യങ്ങൾ ഇന്ന് ചിന്തിക്കാം എന്നുള്ളതാണ് എൻ്റെ ആലോചനയിലുള്ള വിഷയം. ഈ രണ്ട് വ്യക്തികളെ നമ്മൾ ചേർത്ത് സഭാ ശുശ്രൂഷകർ എന്നുള്ള നിലയിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത് രണ്ട് ആശയങ്ങൾ അല്ലെങ്കിൽ രണ്ട് കൺസെപ്റ്റുകളെ ചേർത്ത് വെച്ചിരിക്കുന്ന രണ്ട് പ്രഭാവങ്ങളാണ് ഇവര്. ഒന്ന് ഹാഫ് ജൂവും ഹാഫ് ജെന്റൈലുമാണ്, അല്ലെ ഹാഫ് ഗ്രീക്കുമാണ്. തിമത്യോസ് പകുതി യഹൂദനും പകുതി യവനനുമാണ്. അവൻ നമ്മൾ ഹിസ്റ്ററി ഓൾറെഡി പഠിച്ചു. തീത്തോസ് ആണെങ്കിൽ യവനനാണ്, പൂർണ്ണമായിട്ടും വിജാതീയനാണ് തീത്തോസ്. അപ്പൊ ദൈവസഭയ്ക്കുള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഈ രണ്ട് വ്യക്തികളെയും പൗലോസ് ചേർത്ത് പിടിച്ച് ഒരു വലിയ സത്യം, ഒരു ആത്മീക സത്യം ഇത് ഈ ലേഖനങ്ങൾ വായിക്കുന്നവർക്കുള്ളിലേക്ക് പകർന്നു തരികയാണ്. അപ്പം യഹൂദനായിരിക്കുന്ന ഹാഫ് ജ്യൂ ആയിരിക്കുന്ന തിമത്യോസിനെ യഹൂദന്മാർ, പുതിയ നിയമത്തിൽ നമുക്കറിയാം ഗലാത്യ ലേഖനവും കൊരിന്ത്യ ലേഖനത്തിലെ സംവാദങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു വിഷയം, അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ യെരുശലേം കൗൺസിൽ നടക്കുവാനായിട്ടുള്ള വിഷയം, രക്ഷ പൂർണ്ണമാകണമെങ്കിൽ പരിച്ഛേദന കൂടി ആവശ്യമാണ് എന്നുള്ള യഹൂദ ഉപദേശം. ഈ ഉപദേശത്തെ വളരെ ശക്തി പ്രാപിച്ചു വന്നു തിമത്യോസിനെ പൗലോസ് പരിച്ഛേദന ഏൽക്കുവാനായിട്ട് ഏൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിന് കാരണം തിമത്യോസ് ഹാഫ് ജ്യൂ ആണ്, അതുകൊണ്ട് യഹൂദൻ എന്നുള്ള നിലയിൽ താൻ പരിച്ഛേദന ഏൽക്കുക. അപ്പൊ പൗലോസ് അതിന് വിധേയപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ തീത്തോസ് പൂർണ്ണമായും യവനനാണ്, അതുകൊണ്ട് പൗലോസ് എന്ത് ചെയ്തു? തീത്തോസിനെ പരിച്ഛേദന ചെയ്യുവാനായിട്ട് നിർബന്ധിച്ചിട്ടില്ല. ഇത് വലിയൊരു പൗലോസ് നിർബന്ധിച്ചില്ല എന്നതിലുപരി പൗലോസ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യിച്ചു എന്നതിലേക്ക് പോകുന്നതിലുപരി നമ്മൾ ഇതിനകത്തൊരു ആത്മീക സത്യം കണ്ടെത്തുക എന്നുള്ള, എന്തുകൊണ്ട് ദൈവാത്മാവ് ആ നിലയിൽ കാര്യം എത്തുമ്പോൾ പൗലോസ് സ്വന്തം ബുദ്ധിയിൽ തോന്നിയതൊക്കെ ചെയ്തു കൂട്ടുകയല്ല ചെയ്തത്. സ്ഥലം സഭ അല്ലെങ്കിൽ ക്രിസ്തീയ സഭ എന്നുള്ള വിഷയത്തിൽ വരും തലമുറകൾക്ക് ഇതിന്റെ മഹത്വം മനസ്സിലാക്കുവാനായിട്ടാണ് ഈ ഒരു പ്രവൃത്തി ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ തന്നെ മറപൊരുളായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ചില കാര്യങ്ങൾ വേണേൽ മറച്ചു വെക്കാമായിരുന്നു, ദൈവത്തിന് അതിനുള്ള അധികാരമുണ്ട്. എന്നാൽ തിമത്യോസിന്റെ വിഷയം തീത്തോസിന്റെ വിഷയവും കൃത്യമായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്നത് ദൈവസഭയിൽ കാര്യങ്ങൾ യോഗ്യമായിട്ട് നടക്കണം എന്നുള്ള വിഷയത്തോട് ചേർത്ത് തന്നെയാണ്. അപ്പോൾ ഈ സഭാപരിപാലനം എന്നുള്ള വിഷയത്തിൽ ഈ രണ്ട് വ്യക്തികളെയും കൊണ്ടുവരികയാണ്. പൗലോസിന്റെ ശിഷ്യന്മാരായി പോയത് കൊണ്ട് കൊണ്ടുവന്നതല്ല. ദൈവത്തിന്റെ ആത്മാവ് ഈ രണ്ടു പേരെയും ഈ കാലങ്ങൾ കൊണ്ട് പൗലോസിന്റെ കൂടെ നടത്തി മിഷൻ ഫീൽഡിലെ സകല പ്രതിസന്ധി ഘട്ടങ്ങളെയും പഠിപ്പിച്ച് അനുഭവത്തിൽ തികവുള്ളവരാക്കി സഭയ്ക്കുള്ളിലേക്ക് കൊണ്ടുവന്ന്, നമുക്കൊക്കെ പലപ്പോഴും എന്തുകൊണ്ട് ഈ പരാജയം സംഭവിക്കുന്നത്? മൂപ്പന്മാർ പലരും സുവിശേഷ ഫീൽഡിൽ പോകാത്തവരാണ്, പലരും പ്രൊഫഷണൽ ജോലിക്കാരാണ്, അവര് സഭയിൽ മൂപ്പന്മാരായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ചിലർ വേലയിൽ സഹകരിക്കുന്നു,
അവർ ശുശ്രൂഷ ചെയ്യുന്നു. ഇതൊക്കെയുണ്ട്. അതിന്റെ വരുംവരകളിലേക്കല്ല ഞാൻ പോകുന്നത്. ഇവിടെ പറഞ്ഞു വരുന്ന വിഷയം, ഈ മൂപ്പന്മാരായി സഭയിൽ മൂപ്പന്മാരെ നിയോഗിക്കുവാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഈ രണ്ട് വ്യക്തികളും, നമ്മൾ പൗലോസിനോട് കൂട്ടി പറഞ്ഞാൽ പൗലോസ് ഉണ്ട്, പത്രോസും മൂപ്പന്മാരെ ആക്കിയിട്ടുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തോലന്മാരും തിമത്യോസും തീത്തോസും ഒക്കെ സുവിശേഷ വേലയിൽ വളരെ സജീവമായി നിന്നുകൊണ്ട് അതിനകത്തെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി എങ്ങനെയാണ് മാനസാന്തരപ്പെട്ട സഭയ്ക്കുള്ളിലേക്ക് വരുന്നത്, ആ വ്യക്തിയുടെ ആത്മാവിന്റെ വില അല്ലെങ്കിൽ അവന്റെ വിശ്വാസത്തിന്റെ വില എത്ര ഗൗരവമുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവരെ പരിപാലന രംഗത്തേക്ക് കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത്. ഏറ്റവും ലളിതമായിട്ട് ഞാൻ ആ വിഷയം പറഞ്ഞാൽ, ഒരു ആത്മാവിന്റെ വില, കുറച്ചുകൂടെ പറഞ്ഞാൽ ഒരു വിശ്വാസി ഒരു സ്ഥലം സഭയിൽ, അതായത് മറ്റു സമൂഹത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വേർപെട്ട് സ്ഥലം സഭയോട് ചേർന്ന് വന്നിരിക്കുന്ന ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ വിലയും മഹത്വവും അറിഞ്ഞാൽ മാത്രമേ ഒരു ശുശ്രൂഷകന്, ഒരു മൂപ്പന്, ഒരു സുവിശേഷകന് സഭയിൽ ആ വിശ്വാസിയെ കരുതുവാനും ബലപ്പെടുത്തുവാനും ശാസിക്കേണ്ടടുത്ത് ശാസിക്കുവാനും കഴിയത്തുള്ളൂ. നമ്മൾ ജനിപ്പിച്ച മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ ശിക്ഷിക്കും. എന്നാൽ മറ്റുള്ളവരുടെ മക്കൾ തെറ്റിയും നമ്മൾ കണ്ണടച്ചങ്ങ് വിട്ടേക്കും, അല്ലെങ്കിൽ നമ്മൾ അതിന് അവോയ്ഡ് ചെയ്യും, ഒഴിവാക്കും. എന്നാൽ മറ്റു ചിലർ കഠിനമായി ഉപദ്രവിക്കും. ഇങ്ങനെ പല ചിന്തകൾ ഉണ്ട്. ഇന്ന് പല സഭകളിലും വിശ്വാസികളുടെ ജീവിതത്തിൽ തെറ്റ് വരുമ്പോൾ മൂപ്പന്മാർ ഉടനെ എടുക്കുന്ന ഒരു നടപടി ഭീകരമായ നടപടി. അതിന് കാരണം എന്താണെന്നറിയോ? ഈ വ്യക്തി രക്ഷയിലേക്ക് വരുവാൻ ഇവർ അധ്വാനം ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ വേദന ഉണ്ടാകുന്നത് ആ വ്യക്തി രക്ഷയിലേക്ക് നയിച്ച സുവിശേഷകനോ അല്ലെങ്കിൽ ഒരു സഹോദരിയോ സഹോദരനോ സൺഡേ സ്കൂൾ അധ്യാപകനോ ആരും ആയിക്കോട്ടെ, ഒരു വിശ്വാസിയെ സഭയിലേക്ക് സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെടുത്തി സഭയിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിശ്വാസിക്കാണ്, ഒരു വ്യക്തിക്കാണ്, ഒരു സഹോദരനാണ്, ഒരു സഹോദരിക്കാണ് ആ സഹോദരനോ സഹോദരിയോ വിശ്വാസത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിൽ ഹൃദയവേദന ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇന്ന് പലപ്പോഴും നമുക്ക് ഇങ്ങനൊരു ഭാവമില്ല. നമ്മൾ ആരുടെയൊക്കെയോ മക്കളെ ആർക്കാണ്ടോ വേണ്ടി ഭരിക്കുന്ന, പരിപാലിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ സഭകളൊക്കെ വന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മൾ മുഖാന്തരമായിരിക്കത്തില്ല അവർ വിശ്വാസത്തിൽ വന്നത്, അവർ മറ്റു പലരും മുഖാന്തരം വിശ്വാസത്തിൽ വന്ന വ്യക്തികളായിരിക്കാം. പക്ഷെ സഭയുടെ ഇടയനായിട്ട്, ശുശ്രൂഷകനായിട്ട്, സഭയെ നയിക്കുന്ന വ്യക്തികളായിട്ട് സഭയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇത് കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലാണ്, കർത്താവ് ചോര കൊടുത്ത് വാങ്ങിയതാണ് എന്ന ബോധ്യം കുറഞ്ഞ പക്ഷം നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം. ശുശ്രൂഷകന്മാർക്ക് അധികാരം കർത്താവ് കൊടുക്കുന്നുണ്ട്. ഈ അധികാരം ഇല്ലായ്മ ചെയ്യുവാനായിട്ടുള്ളതല്ല, ബിൽഡപ്പ് ചെയ്യുവാനായിട്ടുള്ളതാണ്. ഈ കാട്ടിൽ നിന്നൊരു മരം വെട്ടിക്കൊണ്ടുവന്ന് അതിനെ ചെത്തി വെടിപ്പാക്കി മിനുക്കി നല്ല മനോഹരമായിരിക്കുന്ന ഉപകരണങ്ങളാക്കുന്നത് പോലെ കർത്താവ് പല നിലകളിൽ ഉപമാനങ്ങൾ പറഞ്ഞത്. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ സഭയ്ക്കുള്ളിലേക്ക് ഒരു വിശ്വാസി വന്നു കഴിയുമ്പോൾ അവന്റെ ജീവിതത്തിൽ കുറവുവശങ്ങളോ പ്രയാസങ്ങളോ വന്നു കഴിഞ്ഞാൽ അവൻ പാളയത്തിന് പുറത്ത് എന്നുള്ള കൺസെപ്റ്റ് ഈ വളർത്തച്ഛന്മാരെന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് പോലെയാണ്. നമുക്ക് അതിന്റെ വില അറിയത്തില്ല. കുറഞ്ഞ പക്ഷം നമ്മൾ മുഖാന്തരമല്ല അവർ വിശ്വാസത്തിൽ വന്നത് എങ്കിൽ പോലും സഭ കർത്താവിന്റെ വകയാണെന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് അവരെ വിശ്വാസത്തിൽ നിലനിർത്തുവാനായിട്ട് ശ്രമിക്കണം. അതാണ് സഭ പരിപാലകരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. നമ്മൾ ഈ ലേഖനങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ ഇവിടെ പലരും ഇട്ടിട്ട് പോയി, പലരും പ്രശ്നക്കാരാണ് എന്ന് പറയുന്നെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് അവരെ ആരെയും ഇല്ലാതാക്കി കളയുവാനായിട്ട്, നശിപ്പിച്ച് കളയുവാനായിട്ട് പറയുന്നില്ല. നമ്മുടെയൊക്കെ സഭകളിൽ നിന്ന് പലരും പിന്മാറിപ്പോയിട്ട് മദ്യപന്മാരും അവരുടെ പൂർവ്വകാല ജീവിതത്തെക്കാൾ കഷ്ടമായ അവസ്ഥയിലേക്ക് അവർ പോയി അവിടെ എവിടെയും അല്ലാത്ത അവസ്ഥയിൽ എത്തിത്തീർന്നിട്ട് പലപ്പോഴും നമ്മൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അവൻ പിന്മാറിപ്പോയി, അവൻ മദ്യപാനിയായി, അവൻ ദുർനടപ്പുകാരനായി, അവനിപ്പോ അമ്പലത്തിലാ പോകുന്നത്, അല്ലെ പള്ളിയിലാ പോകുന്നത്, അല്ലെങ്കിൽ അവർ എവിടെയും പോകുന്നില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ പലരുടെയും ഹൃദയത്തിൽ, ഈവൻ ശുശ്രൂഷകന്മാരുടെ ഹൃദയത്തിൽ പോലും അവർ അഭിമാനത്തോടെ ആ വിഷയം പറയാറുണ്ട്. എന്നാൽ അത്
കർത്താവിനാൽ നിയോഗിക്കപ്പെട്ട, കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിന്റെ സഭയെ സ്നേഹിക്കുന്ന ഒരു ശുശ്രൂഷകന്റെ ഹൃദയത്തിൽ, ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഒരിക്കലും അതൊരു സന്തോഷത്തിന്റെ അനുഭവമാകയില്ല. അത് വേദനയുടെയും കണ്ണുനീരിന്റെയും അനുഭവമായി നിൽക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പൊ നമ്മുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്? ആ സഹോദരൻ പിന്മാറിപ്പോയെങ്കിൽ അതിന് മുഖാന്തരം പലപ്പോഴും ചിലപ്പോൾ സഭയിലെ ശുശ്രൂഷകന്മാർ തന്നെ ആയിരിക്കും. ഒരു നിസ്സാര തെറ്റിന്റെ പേരിലായിരിക്കും ഒരു വിശ്വാസിയെ പടിയടച്ച് പിണ്ടം വെക്കുന്നത്. അവൻ പിന്നെ എങ്ങോട്ട് പോകും നമുക്കറിയില്ല. അതിനുവേണ്ടി എല്ലാ കർത്താവ് സഭയിലാക്കി ശാസിക്കുവാൻ, തെറ്റ് ചെയ്താൽ ശാസിക്കണം, പാപം ചെയ്താൽ ശാസിക്കണം, തർജ്ജനം ചെയ്യണം, കണിശമായിട്ട് ശാസിക്കണം. അതിന്റെ കൂടെ എന്ത് ചെയ്യും? നമുക്ക് ഈ ശാസന അറിയത്തുള്ളൂ. പക്ഷേ മുട്ടിന്മേൽ നിന്ന് ആ വിശ്വാസിയുടെ യഥാസ്ഥാപനത്തിനും മാനസാന്തരത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ വലിയ നഷ്ടം. നമ്മൾ പലപ്പോഴും ജാതി, ഈ കൺസെപ്റ്റ് ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അത് മാനുഷികമാണ്, അതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. എന്നാൽ ദൈവസഭയ്ക്കുള്ളിൽ ആ ഒരു ചിന്താഗതി, ജാതിയുടെ അടിസ്ഥാനത്തിൽ അവൻ അത്ര സ്റ്റാൻഡേർഡ് കുറഞ്ഞവനാണ്, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി അത്ര വെൽറ്റഡും അല്ല, അല്ല അവന്റെ കുടുംബം അത്ര പാരമ്പര്യമുള്ളതല്ല എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ, ആരും ചോദിക്കാനില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിയമ നടപടികൾ എടുക്കാൻ പോയാൽ അവന് വേണ്ടി ചോദിക്കുന്ന ഒരുത്തൻ മുകളിലുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. ഇതുകൊണ്ടാണ് പറയുന്നത്, മൂപ്പന്മാർ കണക്ക് കൊടുക്കേണ്ടവരാകയാൽ നിങ്ങൾ വിശ്വാസികൾ മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കണമെന്ന് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. സഭാപരിപാലനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ആ വിഷയം പഠിച്ചതുമാണ്. അത് അവർ കണക്ക് കൊടുക്കേണ്ടത്. ഈ കണക്ക് കൊടുക്കണം എന്നുള്ള ബോധ്യം ഇവരെ ഭരിക്കണം. ഇനി തിമത്യോസിലേക്ക് ഞാൻ മടങ്ങി വരുന്നത്, ഇത്ര ഞാൻ പറയാനുള്ള കാരണം, ഈ പൗലോസ് നമ്പർ 1 പരീശനാണ്. യഹൂദ പാരമ്പര്യത്തിൽ തീപ്പൊരിയാണ്. അബ്രഹാമിന്റെ പാരമ്പര്യം തൊട്ട് ഇങ്ങോട്ട് പറഞ്ഞു വന്ന് സകലതും ഞങ്ങൾക്കാന്നും പറഞ്ഞ മനുഷ്യനാണ് ഈ പൗലോസ്. എന്നാൽ ദൈവസഭയുടെ മാർമ്മത്തെക്കുറിച്ച്, അതിന്റെ അന്തസത്തെക്കുറിച്ച്, അതിന്റെ ഹൃദയത്തെക്കുറിച്ച്, ആ ദൈവസഭയെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ കർത്താവ് പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ പൗലോസിന്റെ ഹൃദയത്തിൽ ജാതി ചിന്ത മാറിപ്പോയിട്ട് താനും ഈ പൂർണ്ണ, ഇപ്പൊ ഹാഫ് ജൂ ആണെങ്കിൽ പിന്നെ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് കൂടെ കൊണ്ടുപോകാന്ന് വെക്കാം. ഈ കംപ്ലീറ്റ് ജൂ ആണെങ്കിലോ ഗ്രീക്ക് ആണെങ്കിലോ പൂർണ്ണമായും വിജാതീയനായിരിക്കുന്ന തീത്തോസിനെ കൂടെ ചേർത്ത് പിടിക്കുവാനുള്ള ആ ഒരു മനസ്സ് പൗലോസിന് രൂപം. അതിനാണ് ആത്മീക പക്വത, ആത്മീക പരിജ്ഞാനം, ആത്മീക വളർച്ച എന്നൊക്കെ പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ സ്ഥലം സഭകളിൽ വിശ്വാസികളെ ഒരുമിച്ച് കാണുവാനും ചേർത്ത് കൊണ്ടുപോകുവാനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ആത്മീകമായിട്ട് ഇപ്പോഴും ശിശുക്കളാണെന്നാണ് അതിനർത്ഥം. പൗലോസ് ആ ഒരു ഉന്നതിയിലേക്ക്, ആ ഒരു ഔന്നത്യത്തിലേക്ക്, ആ ഒരു കാഴ്ചപ്പാടിലേക്ക്, അതുകൊണ്ട് പൗലോസ് പറയും നിങ്ങൾ എന്നെ അനുകരിക്കുക. ഈ ജാതീയനായിരിക്കുന്ന തീത്തോസിന് വേണ്ടി വളരെയധികം ഫൈറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് പൗലോസ്. ജാതീയൻ എന്ന് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയല്ല, താൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ്. ഇദ്ദേഹം വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പൗലോസ് കൂടെ കൊണ്ടു നടക്കുമ്പോൾ പലവിധ ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ ജാതീയനായിരിക്കുന്ന, ഗ്രീക്കായിരിക്കുന്ന, പരിച്ഛേദനയില്ലാത്ത ഈ തീത്തോസിനെ നീ പരീശനായിരിക്കുന്ന, യഹൂദനായിരിക്കുന്ന നീ കൊണ്ടു നടക്കുന്നത് യോഗ്യമല്ല. ഈ പ്രശ്നം സ്ഥലസഭയ്ക്കുള്ളിലും ഉണ്ടാകുന്നുണ്ട്. അതിനുള്ള മറുപടിയാണ് തീത്തോസിന്റെ ജീവിതം. അപ്പോൾ ഇന്ന് നമ്മൾ അതിലെ ചില കാര്യങ്ങൾ മാത്രം നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറിക്കൊള്ളേണ്ട ചില പാഠങ്ങളാണ്. നമ്മൾ തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ വരുമ്പോൾ ക്രേത്ത സഭയിൽ, അല്ലെ ക്രേത്ത പട്ടണത്തിലുള്ള സ്ഥലം സഭകളിൽ മൂപ്പന്മാരെ നിയമിക്കുവാനായിട്ട് പൗലോസിനാൽ നിയോഗിതനായ, അല്ലെങ്കിൽ ദൈവാത്മാവിനാൽ പൗലോസ് മുഖാന്തരം നിയോഗിതനായ വ്യക്തിയാണ് തീത്തോസ്. ഇനി ക്രേത്തയുടെ സിറ്റുവേഷനും പിന്നെ നമ്മൾ ഈ തീത്തോസിനെ കാണുന്നത് കൊരിന്ത്യ സഭയിലാണ്. ഈ കൊരിന്ത്യ സഭയുടെ സിറ്റുവേഷൻ നമ്മൾ എടുത്തു വെച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആമുഖമായിട്ട് ഈ വിഷയം പറഞ്ഞു വന്നത്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, കൊരിന്തെന്ന് പറഞ്ഞാൽ ആ കാലത്തിലെ 1-ാം നൂറ്റാണ്ടിലെ ഏറ്റവും തല്ലിപ്പൊളി സഭ എന്ന് പറയാം കൊരിന്ത്യ സഭ. അവിടെ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. ജാതി പ്രശ്നങ്ങളുണ്ട്, പക്ഷം പിടിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, അന്യഭാഷയുടെ പ്രശ്നങ്ങളുണ്ട്, സകലവിധ പ്രശ്നങ്ങളും എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ എന്തെല്ലാം പ്രശ്നമുണ്ടോ അത് മുഴുവൻ വലിച്ച് ഉള്ളിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സഭയാണ് കൊരിന്ത്യ സഭ. ഈ കൊരിന്ത്യ സഭയിലേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് പറഞ്ഞു വിടുവാൻ പൗലോസിന്റെ ഹൃദയത്തിൽ ദൈവാത്മാവിനാൽ പ്രേരണ കൊടുത്തപ്പെട്ട, അല്ലെങ്കിൽ അതിനുവേണ്ടി ഏറ്റവും യുക്തനായിരിക്കുന്ന വ്യക്തിയാണ് തീത്തോസ് എന്ന് വരത്തക്ക വിധം പരിജ്ഞാനം പ്രാപിച്ച ഒരു വ്യക്തിയായിരുന്നു തീത്തോസ്. നമ്മൾ 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ വരുമ്പോൾ ഈ തിമത്യോസിനെ വിളിച്ചതുപോലെ തന്നെ
തീത്തോസിനെയും നിജപുത്രനായ, വിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസ്, പൗലോസ് മുഖാന്തരമാണ് ഈ തീത്തോസ് വിശ്വാസത്തിൽ വന്നിട്ടുള്ളത്. പൗലോസിന്റെ ആത്മീക ശിശുവാണ്. അപ്പൊ നമ്മുടെയൊക്കെ വിശ്വാസികളെ കുറിച്ച് നമുക്കുണ്ടായിരിക്കേണ്ട കൺസെപ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ മൂലം വിശ്വാസത്തിൽ വന്ന വ്യക്തികൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, അവരെ രക്ഷിക്കപ്പെടുത്തി ഏറ്റുപറയിപ്പിച്ചോ സ്നാനപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉത്തരവാദിത്വമൊക്കെ കഴിഞ്ഞ് ബാക്കി പിന്നെ അവരെങ്ങനെയും പൊക്കോടണം. എന്നാൽ പൗലോസിന്റെ ഹൃദയത്തിൽ നീച്ചപുത്രനായ, എന്റെ പ്രിയമകനായ തീത്തോസ്, എന്റെ പ്രിയമകനായ തിമോത്തിയോസ്, അവരെക്കുറിച്ച്, അവരുടെ മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ ഭക്ഷണത്തെക്കുറിച്ച്, അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വളരെ കൺസേൺഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. ഈ സഭാ ശുശ്രൂഷ അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത് ഉള്ളി ഇൻകം ഇങ്ങോട്ടെല്ലാം പോരട്ടെ, വിശ്വാസികൾ ദശാംശം തരട്ടെ, സഭയിൽ നിന്ന് കൂട്ടായ്മ തരട്ടെ, എങ്ങും പോരട്ടെ എന്നുള്ളതല്ല ആത്മീക ശുശ്രൂഷ. ഗിവിംഗ് ആണ്, അങ്ങോട്ട് കൊടുക്കുക. നമ്മുടെ സമയം കൊടുക്കണം, നമ്മുടെ എനർജി കൊടുക്കണം, നമ്മുടെ കാശ് കൊടുക്കണം. ഇതെല്ലാം ഈ ആത്മീയ ശുശ്രൂഷ രംഗത്തുണ്ട്. സുവിശേഷന്മാർക്കും ബാധകമാണ്, മൂപ്പന്മാർക്കും ബാധകമാണ്, ഉപദേഷ്ടാക്കന്മാർക്കും ബാധകം. അപ്പോൾ തിമോത്തിയോസിനെ കുറിച്ചും തീത്തോസിനെ കുറിച്ചും പൗലോസിനെ, വിശ്വാസത്തിൽ നീച്ചപുത്രനായ തീത്തോസിന്, തിമോത്തിയോസിന് ആത്മീക പിതാവായിരിക്കുന്ന പൗലോസ് എന്ന ഞാൻ എഴുതുന്നത്. അത് എഴുതുമ്പോൾ അവർ ഹൃദയത്തിൽ എന്തൊരു സന്തോഷമായിരിക്കും. ഒരപ്പൻ തന്റെ മക്കൾക്ക് കത്തെഴുതുന്ന ഒരു ഫീലിംഗ്. ഇത് അവർ വെറുതെ അങ്ങോട്ട് പൗലോസിന്റെ വാക്കായിട്ടല്ല സ്വീകരിച്ചത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസ് മുഖാന്തരം തങ്ങളോട് സംസാരിക്കുന്നു എന്ന് തന്നെ അവർ തീരുമാനിക്കുവാനായിട്ട് ഇടയായി എന്ന് നമുക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. തീത്തോസ് യവനനായിരുന്നു. നമ്മൾ വായിക്കുന്നത് ഗലാത്യ ലേഖനം 2:3 ഗലാത്യ ലേഖനം 2:3. നമുക്ക് ഈ വാക്യങ്ങളൊക്കെ അറിയാം, എങ്കിലും റെഫറൻസ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. തീത്തോസ് യവനനാണ് എന്ന് പറയുന്ന വാക്യം 2:3. ഗലാത്യ ലേഖനത്തിലെ വിഷയം നമുക്കറിയാം, വിശ്വാസവും പരിച്ഛേദനയും. ഈ ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഗലാത്യ ലേഖനത്തിന്റെ അടിസ്ഥാനം. യെരുശലേം കൗൺസിൽ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം, അവിടെ 2-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ പൗലോസിനും ബർന്നബാസിനും ഒക്കെ മറ്റു ചിലർ കൂടി ഉണ്ട് എന്നൊരു പ്രയോഗമുണ്ട്. അവിടെ തീത്തോസിന്റെ പേരില്ല. പക്ഷേ നമ്മൾ ഗലാത്യ ലേഖനം ചേർത്ത് പഠിക്കുമ്പോൾ ഈ മറ്റു ചിലരിൽ തീത്തോസ് ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സ്വാഭാവികമായിട്ടും അതിന് കാരണവുമുണ്ട്. യെരുശലേം കൗൺസിലിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയം വിശ്വാസത്തോടുകൂടെ, കൃപയോടുകൂടെ പരിച്ഛേദനയും ആവശ്യമാണ്. അതാവശ്യമില്ല എന്ന് പൗലോസ് അടക്കമുള്ള അപ്പോസ്തലന്മാരിൽ ഒരു കൂട്ടരും, മറ്റ് യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന സഭയിലെ മൂപ്പന്മാരായിരിക്കുന്ന, വിശ്വാസത്തിലെ അഗ്രഗണ്യന്മാരായിരിക്കുന്ന, പണ്ഡിതന്മാരായിരിക്കുന്ന പലരും പരിച്ഛേദന കൂടി ഉണ്ടെങ്കിൽ രക്ഷ പൂർണ്ണമാകത്തുള്ളൂ എന്നുള്ള ഉപദേശമായിട്ട് വന്നു. അങ്ങനെ ആ വിഷയം വലിയ വിവാദമായി. ഇന്നുണ്ടല്ലോ വിവാദ വിഷയങ്ങൾ. ആ വിഷയം നേരെ യെരുശലേമിൽ സഭാപിതാക്കന്മാരുടെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. യെരുശലേമിൽ വരുമ്പോൾ പൗലോസിന്റെ ന്യായവാദത്തിന്, സംവാദത്തിന് ഏറ്റവും യുക്തനായ വ്യക്തിയെ കൂടെ കൂട്ടിയാണ് പൗലോസ് ആ യെരുശലേം കൗൺസിലിന് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിനൊരു കാരണവും. അതങ്ങനെയാണെന്ന് പൗലോസ് പറയുന്നത്. മറ്റു ചിലരുണ്ടെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കുവാനായിട്ട് പറ്റുന്ന വിഷയം, പൗലോസ് ഈ വിഷയത്തിൽ സംവാദിക്കുമ്പോൾ ദൈവം കൃപയാൽ, പത്രോസ് അപ്പോസ്തലൻ ആ വിഷയം പറഞ്ഞു, കൃപയാലാണ് രക്ഷ എന്നുള്ള വിഷയത്തിന് യാതൊരു മാറ്റവും യഹൂദനും യവനനും വ്യത്യാസം വരുത്തിയിട്ടില്ല. ക്രിസ്തുയേശുവിനുള്ള വിശ്വാസത്താലാണ് രക്ഷ. ഇതാണ് തീത്തോസ് എൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ള വിഷയം വരുമ്പോൾ അവിടെയുള്ള പരിച്ഛേദനവാദികളൊക്കെ ചങ്ങല പൊട്ടിച്ച് ചാടിയിട്ടുണ്ടാവും. അവരെക്കുറിച്ച് തീത്തോസിന്റെ ലേഖനത്തിലും വായിക്കുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് വിശദീകരണത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ വാക്യങ്ങളിലൂടെ കടന്നു പോകാം. അവിടെ ഈ പരിച്ഛേദനവാദികൾ പൗലോസിനെതിരെ കുന്തം വാളും ഒക്കെ എടുത്ത് ചാടിയിട്ടുണ്ടാകും. അപ്പോൾ തന്നെ തീത്തോസിനെ പരിച്ഛേദന ചെയ്യാം എന്ന് വെച്ചാണ് ഇവരൊക്കെ നിൽക്കുന്നത്. ദൈവകൃപയെ അത് തങ്ങളുടെ യുക്തിക്കനുസരിച്ച് വ്യാഖ്യാനിച്ച് ദൈവസഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ട്രെൻഡ്, ഒരു പ്രവണത, അത് പിശാച് എപ്പോഴും സഭയ്ക്കുള്ളിൽ കൊണ്ടുവരും. പലപ്പോഴും പ്രഗത്ഭന്മാരായിരിക്കും അതിന്റെ പിന്നിലുള്ളത്. യഹൂദ പാരമ്പര്യത്തിൽ അഗ്രഗണ്യന്മാരായിരിക്കുന്ന ആളുകളാണ് ഈ പോരാട്ടം നടത്തിയത്. പൗലോസ് അപ്പോസ്തലൻ അല്പം പോലും വിട്ടുവീഴ്ച ചെയ്യാതെ വളരെ കർശനമായിട്ട് ഈ വിഷയം സഭയിൽ, യെരുശലേം കൗൺസിലിൽ പ്രസന്റ് ചെയ്യുകയും അവർ യുക്തമായ ഒരു തീരുമാനം കൊടുക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനോട് ചേർന്നാണ് നമ്മൾ ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ദൈവാത്മാവിൽ രേഖപ്പെടുത്തി വരുമ്പോൾ യെരുശലേം കൗൺസിലിൽ നടന്ന തീരുമാനത്തിന്റെ ആ ഒരു ചിത്രം, അല്ലെങ്കിൽ അതിന്റെ ഒരു കൺക്ലൂഡിങ് ഒരു വിശദീകരണമായിട്ട് നമുക്ക് അതിനെ കാണുവാനായിട്ട് കഴിയും. പൗലോസ് അപ്പോസ്തലൻ ആ വിഷയത്തിൽ
ദൈവാത്മാവ് കൊടുത്ത ശരിയായ പ്രകാശം എന്തായിരുന്നു എന്നത് ഗലാത്യ ലേഖനം 5:1 മുതലുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൽ ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം അത് യഹൂദനും യവനനും തുല്യമാണ് എന്നുള്ള ക്ലെയിം, എന്നുള്ള അവകാശവാദം പൗലോസ് അവിടെ ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി നമ്മൾ തീത്തോസിനെ കാണുന്ന വിഷയം, ഇനി നമ്മൾ തീത്തോസ് പോകുന്ന 2 സ്ഥലത്തും ജാതികൾ മെജോറിറ്റി ഉള്ള സ്ഥലത്താണ് സഭാ ശുശ്രൂഷകൾക്കായിട്ട് തീത്തോസിനെ പൗലോസ് അയക്കുന്നത്. അല്ലെങ്കിൽ അതിനകത്ത് കൊരിന്ത്യയിലേക്ക് പോകുന്നത് തീത്തോസ് സ്വന്തം മനസ്സാലാണ്, തന്റെ ഇഷ്ടപ്രകാരമാണ് പോയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആത്മീക ശുശ്രൂഷയിൽ, ആത്മീക ശുശ്രൂഷ രംഗത്ത് സുവിശേഷ സംബന്ധമായി തീത്തോസിനുണ്ടായിരുന്ന ആത്മീകമായിരിക്കുന്ന എരിവും പരിജ്ഞാനവും, ഇത് രണ്ടും ആവശ്യമാണ്. പരിജ്ഞാനം ആവശ്യമാണ്, എരിവ് ആവശ്യമാണ്. തന്നെ അത് ശുശ്രൂഷയിൽ വളരെ വിലപ്പെടുത്തി പൗലോസ് അത് എൻഡോഴ്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ തീത്തോസിന്റെ ലേഖന പഠനത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ തീത്തോസിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയം, വിജാതീയനെങ്കിലും യഹൂദനെ പോലെ അതിലുപരിയായിട്ട് ആത്മീക തീക്ഷ്ണതയും പരിജ്ഞാനവും പ്രാപിച്ച ഒരു യുവ സഹോദരനാണ്, അല്ലെ പൗലോസിന്റെ മകനാണ്, ആത്മീക മകനാണ് ഈ തീത്തോസ്. ആ തീത്തോസ് സഭയിൽ ചെന്ന് നിന്നാൽ സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹമാകും എന്നൊരു ഉറപ്പ് ഈ പൗലോസിനുണ്ട്. ഒരു ദൗത്യത്തിന് വേണ്ടി വിട്ടുകഴിഞ്ഞാൽ ഏറ്റവും വിശ്വസ്തയോടെ ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പ് ഈ പൗലോസിനുണ്ട്. തന്റെ ട്രെയിനിങ് കൊണ്ട്, തന്റെ കൂടെയുള്ള ജീവിത അനുഭവം കൊണ്ട് താൻ ഈ ഒരു ആത്മീക പക്വത പ്രാപിച്ചു എന്നൊരു ബോധ്യമുണ്ട്. ഞാൻ ഈ ലേഖനം പഠിപ്പിച്ച എന്റെ ക്ലാസ്സുകളിലൊക്കെ ആവർത്തിച്ച് ഓർപ്പിക്കുന്ന ഒരു വിഷയമാണ്, അടുത്ത തലമുറയെ നമ്മൾ റെഡിയാക്കിയിട്ട് വേണം നമ്മൾ ഇവിടെ നിന്ന് കടന്നു പോകാൻ ശുശ്രൂഷ രംഗത്ത്. അത് പല നിലകളിൽ ചെയ്യാനായിട്ട് സാധിക്കും. സഭയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകൾ, മൂപ്പന്മാരായിരിക്കുന്നവർ, സുവിശേഷ ലീഡർഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് അടുത്ത തലമുറയെ ഡയറക്റ്റ് ആയിട്ട് അതിലോട്ട് ട്രെയിൻ ചെയ്യുവാനായിട്ട്, അവർക്ക് വേണ്ടി ആ ദീപം പകർന്നു കൊടുക്കുവാനായിട്ട് കഴിയും. മറ്റു ചിലർക്ക് അവർക്ക് വേണ്ടി അടിസ്ഥാനപരമായിരിക്കുന്ന ഇൻഫർമേഷൻസ്, വിവരങ്ങൾ കൊടുക്കുവാനായിട്ട് സാധിക്കും. അത് പുസ്തകങ്ങൾ വഴിയോ ഉപദേശങ്ങൾ വഴിയോ അവർക്ക് ഒരു മോട്ടിവേഷനായിട്ട്, അവർക്ക് വേണ്ട റിസോഴ്സ് പേഴ്സൺസ് ആയിട്ട് നിൽക്കുവാനായിട്ട് കഴിയും. ചിലർക്ക് ഈ വ്യക്തികളുടെ പിന്നിൽ പ്രാർത്ഥനയുടെ ശക്തിയും പിൻബലവുമായിട്ട് നിൽക്കുവാനായിട്ട് കഴിയും. അപ്പോൾ പൗലോസ് ആ നിലയിലാണ് ഇവരെ കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, തിമത്യോസ് ഹാഫ് ജൂവും ഹാഫ് യഹൂദനുമായിരുന്നു. പൗലോസ് യഹൂദന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി തിമത്യോസിനെ പരിച്ഛേദന ചെയ്യിച്ചു. അത് രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നില്ല, യഹൂദന്മാരുടെ സംതൃപ്തിക്ക് വേണ്ടിയായിരുന്നു, അവരെ ബോധിക്കണം. അതിനകത്ത് വിഷയങ്ങളില്ല. താൻ ഹാഫ് ജൂ ആണ്, ഹാഫ് ജെൻഡയിലാണ്. എന്നാൽ തീത്തോസ് പൂർണ്ണമായും യഹൂദനായതുകൊണ്ട് ഈ അൺസർക്കംസൈസ്ഡ് ആയിട്ടുള്ള പരിച്ഛേദന ഇല്ലാത്ത തീത്തോസിനെ പരിച്ഛേദന കൂടാതെ തന്നെ പൗലോസ് കൂടെ കൊണ്ടു നടന്നു. ജാതികളുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവും പാടില്ലെന്നാ പഴയ നിയമത്തിലെ പ്രമാണം. എന്നാൽ സഭയിൽ, കൃപായുഗത്തിൽ അങ്ങനെയല്ല ദൈവത്തിന്റെ പദ്ധതി. സഭയെന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയ്ക്ക് അതീതമാണ് എന്നുള്ള ആ വലിയ സന്ദേശം യഹൂദന്മാർക്ക് പോലും പകർന്നു കൊടുക്കുവാനായിട്ട് പൗലോസ് ചെറിയ ടെൻഷനൊന്നും അല്ല എടുത്തത്. നമുക്കറിയാം, ഒരു യഹൂദനായിരിക്കുന്ന പൗലോസ്, നമ്മൾ ആ ഒരു സീൻ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം പൗലോസ് എത്ര വീറോടെയാണ് തന്റെ പരീക്ഷ പാരമ്പര്യത്തെ പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതേ പൗലോസ് ഈ ഗ്രീക്കായിരിക്കുന്ന യവനനായിരിക്കുന്ന തീത്തോസിനെ കൂടെ ചേർത്ത് നിർത്തി ഇവൻ എൻ്റെ മകനാണ് എന്ന് പറയത്തക്കവനുള്ള ആത്മീകമായിരിക്കുന്ന സമർപ്പണം, ആ ഒരു ഉൾക്കാഴ്ച കർത്താവ് പൗലോസിന് കൊടുത്തിരുന്നു. ഇന്ന് നമ്മുടെ സഭയിൽ ശുശ്രൂഷ രംഗത്ത് നിൽക്കുമ്പോൾ എല്ലാ വിശ്വാസികളെയും അവന്റെ സാമ്പത്തികമോ സാമൂഹികവുമായിരിക്കുന്ന താഴ്ചകളും ഉയർച്ചകളും പരിഗണിക്കാതെ ചേർത്ത് പിടിക്കുവാൻ സഭാ ശുശ്രൂഷകർക്ക് ഉത്തരവാദിത്വമുണ്ട്. അതിനുവേണ്ടി ദൈവം അവിടെ ആക്കുന്നത്. ഇനി സഭാ ശുശ്രൂഷകനായി ഒരു വ്യക്തി ആക്കുന്നത് ഈ ഉദ്ദേശത്തിന് വേണ്ടിയാണ്. അതിന് മനസ്സില്ലാത്തവർ എന്ത് ചെയ്യണം? ആ പണിക്ക് നിൽക്കാതിരിക്കുക. അതാണ് ദൈവത്തിന്റെ പ്രമാണം. ഈ മൂപ്പന്മാർക്കുള്ള യോഗ്യതയൊക്കെ പറഞ്ഞു തമാശയ്ക്ക് പറഞ്ഞു വെച്ചേക്കുന്നതല്ല. ആ യോഗ്യത ഉള്ളവരെയാണ് 1-ാം നൂറ്റാണ്ടിൽ സഭ ഒരു മൂപ്പനെ തെരഞ്ഞെടുക്കണമെന്ന് വെക്കുമ്പോൾ തിമത്യോസിന്റെയും 3-ാം അധ്യായവും തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം എടുത്തു വെച്ചിട്ട് അത് വെച്ചൊന്ന് വിശകലനം ചെയ്തിട്ടാണ് അവർ മൂപ്പന്മാരെ നിയമിച്ചിരുന്നത്. ഇന്നും അത് ആ ദൈവത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ആത്മീക സഭാ ശുശ്രൂഷ രംഗത്ത്, സഭാപരിപാലന രംഗത്തേക്ക് നാം കാലെടുത്ത് വെക്കുമ്പോൾ, നാം ഓൾറെഡി കാല് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, ദൈവഹിതത്തിനൊത്ത് നമ്മളെ തന്നെ ആദ്യം രൂപപ്പെടുത്തണം, നമ്മുടെ മനോഭാവത്തെ രൂപപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ഈ ചേർത്ത് പിടിക്കുവാനായിട്ട്. എന്നിട്ട് തീത്തോസിനെ കുറിച്ച് എത്ര
മനോഹരമായിട്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അറിയണം. എങ്കിൽ മാത്രമേ നമുക്കതിന്റെ ആ മഹത്വം മനസ്സിലാകുകയുള്ളൂ. നമുക്ക് 2 വാക്യങ്ങൾ വായിക്കാം. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 2 കൊരിന്ത്യർ 8-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. 16-ഉം 17-ഉം വായിക്കാം. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 16-17. നിങ്ങൾക്ക് വേണ്ടി തീത്തോസിന്റെ ഹൃദയത്തിലും ഈ ജാഗ്രത നൽകിയ ദൈവത്തിന് സ്തോത്രം. അവൻ അപേക്ഷ കൈക്കൊണ്ടു എന്ന് മാത്രമല്ല, അത്യുത്സാഹിയാകയാൽ സ്വമേധയായി നിങ്ങളുടെ അടുക്കലേക്ക് പുറപ്പെട്ടു. ഇവിടെ 23-ാം വാക്യം നമുക്ക് അതിനോട് ചേർത്തുകൊണ്ട് വായിക്കാം. തീത്തോസ് എനിക്ക് കൂട്ടാളിയും നിങ്ങൾക്കായിട്ട് കൂട്ടുവേലക്കാരനും ആകുന്നു. നമ്മുടെ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാരും ക്രിസ്തുവിന്റെ മഹത്വമാകുന്നു. ഈ 3 വാക്യങ്ങൾ നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ ഈ നമ്മുടെ സഹോദരന്മാർ എന്ന് പറയുന്നത് തിമത്യോസിനെയും തീത്തോസിനെയും കൂടെ ചേർത്ത കൊരിന്ത്യർ ലേഖനം 2-ാം ലേഖനം ആരംഭിക്കുമ്പോൾ തിമത്യോസും പൗലോസും കൂടെയാണ് ഈ ലേഖനം എഴുതുന്നു പറയുന്നുണ്ട്. ഇതിനകത്ത് എടുത്തു വെച്ച് പറയുന്ന 2-ാം ലേഖനത്തിലാണ് തീത്തോസിനെ കുറിച്ച് പൗലോസ് എഴുതി വരുന്നത്. ഈ 2-ാം ലേഖനം എഴുതുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. 1-ാം ലേഖനത്തിലെ വിഷയങ്ങൾ കൊരിന്ത്യ സഭയിലെ ഭൂകമ്പങ്ങളാണ് എന്ന് പറഞ്ഞാൽ ദുർനടപ്പ് തൊട്ട് ജഡികന്മാർ തൊട്ട് പ്രാകൃതന്മാർ തൊട്ട് സകലവിധ പ്രശ്നങ്ങളും കുടികൊള്ളുന്ന കൊരിന്ത്യ സഭ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുമ്പോൾ ആ സഭയ്ക്കൊരു ശാസനയുടെ ലേഖനം അയച്ചതിന്റെ പിന്നാലെ ഒരു ശുശ്രൂഷകൻ ആ സഭയിൽ ചെന്ന് കാര്യങ്ങൾ ക്രമപ്പെടുത്തണമെന്നുള്ള ദൈവാത്മ പ്രേരണയാൽ പൗലോസ് തിമത്യോസിനെയാണ് അങ്ങോട്ട് അയച്ചത്. അതിൽ നമ്മൾ വായിക്കുന്നത്, അവൻ ഈ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയിട്ട് അവൻ അപേക്ഷ കൈക്കൊണ്ടു എന്ന് മാത്രം. അതിന്റെ 17-ാം വാക്യത്തിൽ വായിക്കുന്നത് അവൻ അപേക്ഷ കൈക്കൊണ്ടു. ആരുടെ അപേക്ഷ? കൊരിന്ത്യ സഭ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. റിക്വസ്റ്റ് ചെയ്തത് പൗലോസാണ്. പൗലോസ് തീത്തോസിനോട് പോകുവാനായിട്ട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവൻ അത്യുത്സാഹിയായി സ്വമേധയാ നിങ്ങളുടെ അടുക്കിലേക്ക് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ, പൗലോസ് ഒരു വാക്ക് കൊരിന്ത്യ സഭയിലേക്കൊന്ന് പോകണം എന്ന് പറഞ്ഞപ്പോഴേക്കും 2 വട്ടം തീത്തോസ് ഒരുക്കമായിരുന്നു അവിടെ പോകാൻ. കാരണം എന്താ? അവിടുത്തെ പ്രശ്നങ്ങളുടെ സങ്കീർണത മനസ്സിലാക്കിയപ്പോൾ അവിടെ ചെന്ന് ശുശ്രൂഷിക്കാനായിട്ടുള്ള ആ ഒരു ആത്മീക ഭാരം തീത്തോസിനുണ്ടായി. അവിടെ ചെല്ലുമ്പോഴും താൻ പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അവിടെ ഉണ്ട് ഈ പരിച്ഛേദനവാദികൾ. പക്ഷെ തീത്തോസിന് അതൊരു വിഷയമേ അല്ല. ദൈവകൃപയിൽ ശക്തിപ്പെട്ട സഭയുടെ യഥാസ്ഥാപനത്തിനു വേണ്ടി, ക്രമീകരണത്തിനു വേണ്ടി താൻ അവിടെ ചെന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ 8-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു വാക്യം കൂടെ വായിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 8-ന്റെ 6. അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണമെന്ന് ഞങ്ങൾ അവനോട് അപേക്ഷിച്ചു. ആ വാക്യം വായിച്ചാൽ ഒന്നും പിടികിട്ടത്തില്ല. നമ്മൾ മുമ്പും പിമ്പും ഒക്കെ വായിക്കണം. മക്കദോന്യ സഭകൾക്ക് കഷ്ടതയുണ്ടായി വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി ധനശേഖരണം നടത്തണം എന്ന് പൗലോസ് റിക്വസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കൊരിന്ത്യ സഭയിൽ ഈ ധനശേഖരണം ആരംഭിച്ച വ്യക്തിയാണ് തീത്തോസ്. വിശുദ്ധന്മാരുടെ ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സുവിശേഷ പ്രവർത്തന രംഗത്ത് നേരിടുന്ന പ്രതിസന്ധികളെ തീത്തോസ് കൺമുമ്പിൽ നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് ഒരു സുവിശേഷ ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ആവശ്യം എന്ന് കേൾക്കുമ്പോൾ തീത്തോസിന്റെ ഹൃദയം വെമ്പുന്നത് താൻ ഈ അനുഭവത്തിലൂടെ കടന്നുപോയി. പൗലോസിന്റെ ജീവിതത്തിൽ താനിത് കണ്ടിട്ടുണ്ട്, താനിത് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ ഗൗരവം വ്യക്തമായിട്ട് അറിയാം. കൊരിന്ത്യ സഭ സമ്പന്നമാണ്, പക്ഷെ ജീവിതത്തിൽ ആത്മീക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ദുർമാർഗികൾ അകത്തു പെരുകി. പക്ഷെ സാമ്പത്തികമായിട്ട് എല്ലാ ക്രമമുണ്ട്. അപ്പോൾ തീത്തോസ് എന്ത് ചെയ്തു? അവിടെ ചെന്നിട്ട് ആത്മീയ കാര്യങ്ങളെ ക്രമപ്പെടുത്തി അവരെ ഉത്സാഹിപ്പിച്ച് ക്രമപ്പെടുത്തി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവരെ കർത്താവിന് വേണ്ടി കൊടുക്കണം എന്നുള്ള പാഠം കൂടെ പഠിപ്പിച്ചുകൊണ്ടാണ് തീത്തോസ് അവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പൊ 1-ാം ലേഖനം അയച്ചതിന് ശേഷം 2-ാം ലേഖനം എഴുതുന്നതിന് മുമ്പുമാണ് തീത്തോസിനെ അങ്ങോട്ട് പൗലോസ് അയച്ചത്. അവിടെ ചെന്ന് താൻ ശുശ്രൂഷ ചെയ്തു. പൗലോസിന് തീത്തോസ് നല്ല ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ 7-ാം അധ്യായം 6-ാം വാക്യത്തിൽ വരുമ്പോൾ 2 കൊരിന്ത്യർ 7-ന്റെ 6. എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. അവന്റെ വരവിനാൽ മാത്രമല്ല, അവന് നിങ്ങളെ കൊണ്ട് ലഭിച്ച ആശ്വാസത്താലും കൂടെ നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ വിലാപവും എനിക്കായുള്ള നിങ്ങളുടെ എരിവും ഞങ്ങളോട് അറിയിച്ചതിനാൽ തന്നെ. ഒറ്റ ശ്വാസത്തിൽ വായിച്ച ഒന്നും മനസ്സിലാകത്തില്ല.
അവിടെ പറയുന്ന വിഷയം, തീത്തോസ് കൊരിന്ത്യ സഭയിൽ ശുശ്രൂഷ ചെയ്തതിനു ശേഷം പൗലോസിന് കൊടുത്തേക്കുന്ന റിപ്പോർട്ടിന്റെ കമന്റ് ആണ് നമ്മളോട് വായിക്കുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത്, തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു, അവന്റെ വരവിനാൽ മാത്രമല്ല നിങ്ങളെ കൊണ്ട് ലഭിച്ച ആശ്വാസവചനങ്ങളാലും എന്ന് പറഞ്ഞാൽ, തീത്തോസ് കൊരിന്ത്യ സഭയിൽ ചെല്ലുമ്പോൾ എല്ലാം തകിടും മറിഞ്ഞു കിടക്കുന്ന ഒരു സമയം. അവിടെ ചെന്ന് അടിസ്ഥാനം തൊട്ട് ശരിയായ പ്രശ്നം എവിടെ ആരംഭിച്ചു എന്നത് കണ്ടെത്തി അവിടം തൊട്ടൊരു ശുദ്ധീകരണ പ്രക്രിയ തുടങ്ങി ആ സഭയെ ക്രമപ്പെടുത്തി യഥാസ്ഥാനപ്പെടുത്തി ദുർനടപ്പിൽ ജീവിച്ചവനെതിരെ ശിക്ഷണ നടപടിയെടുത്ത് രണ്ടാം ലേഖനത്തിൽ വരുമ്പോൾ അവനെ യഥാസ്ഥാനപ്പെടുത്തുകയും ചേർത്തുകൊള്ളുകയും എന്ന് പൗലോസ് അപ്പോസ്തലൻ ദൈവാത്മാവിൽ പറയുന്നുണ്ട്. അപ്പോൾ വളരെ കർശനമായ നിലയിൽ പാപത്തിനെതിരെ നിലപാടെടുക്കുവാനായിട്ടുള്ള ആർജവം തീത്തോസിനുണ്ടായിരുന്നു. അതിനെ ചോദ്യം ചെയ്യാൻ പല ബിരുദന്മാരും അവിടെ ഉണ്ടായിരുന്നു, കാരണം പാരമ്പര്യവാദികളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ തീത്തോസ് അതിനൊന്നും വശംവദനായി തീർന്നില്ല. തീത്തോസ് ദൈവവചന വ്യവസ്ഥിതിയിൽ ഉറച്ചു നിന്നുകൊണ്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ സഭയിൽ ആത്മീക ഉണർവുണ്ടായി, യഥാസ്ഥാപനമുണ്ടായി. അത് കേട്ടപ്പോൾ എനിക്ക് ആശ്വാസം ഉണ്ടായി എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ തീത്തോസിന്റെ ശുശ്രൂഷ ഏറ്റവും മനോഹരമായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം, ഈ കൊരിന്ത്യ സഭയിലെ ശുശ്രൂഷയ്ക്ക് ശേഷമാണ് തന്നെ ക്രേത്തയിലേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് വിടുന്നത്. പൗലോസും തീത്തോസും കൂടെ ശുശ്രൂഷയ്ക്കായിട്ട് ക്രേത്തയിലേക്ക് പോകുന്നു. അവിടെ സഭകളിൽ ശുശ്രൂഷ ചെയ്തതിനു ശേഷം അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കുവാനായിട്ട് തന്നെ അവിടെ ആക്കിയിട്ട് വിട്ടിട്ട് പോരുന്ന തീത്തോസിനെയാണ് നമ്മൾ 1:5 വായിക്കുന്നത്. അപ്പോൾ എത്ര ഭംഗിയായിട്ടാണ് ദൈവസഭയുടെ ക്രമീകരണം കർത്താവ് ഒരുക്കിയിരിക്കുന്നത് നോക്കുകയും, ഒരു സ്ഥലസഭ, നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലസഭ, നമ്മൾ ബ്രദറൻ സഭ അല്ലെ പെന്തക്കോസ്ത് സഭ, ഏത് സഭയെന്ന് നമ്മൾ പറയും, രക്ഷിക്കപ്പെട്ടവരുടെ ഏതു കൂട്ടത്തെയും കർത്താവ് തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായതുകൊണ്ട് അതിനെ പരിപാലിക്കുന്നവർ ആ ഗൗരവം തന്റെ സ്ഥാനത്തിന്, തന്റെ ശുശ്രൂഷയ്ക്ക് സ്വയമായി കൽപ്പിക്കണം. പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ പൗലോസ് മുഖവുരിൽ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ കർത്താവിന്റെ ബദ്ധനായിരിക്കുന്ന ബോൺ സെർവന്റ് ഓഫ് ക്രൈസ്റ്റ്, ഞാൻ കർത്താവിന്റെ ബദ്ധനാണ്, കർത്താവിന് വേണ്ടി അടിമയായിരിക്കുന്ന ഒരു ദാസനാണ് ഞാൻ. സഭാ ശുശ്രൂഷകന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട മനോഭാവം പക്ഷെ പലപ്പോഴും നമ്മൾ കർത്താവിനെക്കാട്ടിലും വലിയ പുള്ളികളായിരിക്കും. വേണേ കർത്താവ് ഞാൻ പറഞ്ഞത് കേട്ടോണെന്നാണ് നമ്മുടെയൊക്കെ മനോഭാവം. ഈ മനോഭാവം കൊണ്ട് എന്ത് സംഭവിക്കുക? ആടുകൾ കൂട്ടം വിട്ട് ചിതറുകയാണ്. ഇന്ന് പിന്നെ ചതുറിക്കഴിഞ്ഞാൽ പോകാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, അത് ശരി. പക്ഷേ പോകുന്നത് എങ്ങോട്ടാണ്? കൂട്ടം തെറ്റി ചെന്നായ്ക്കളുടെ കയ്യിലേക്കാണ് ചെന്ന് വീഴുന്നത്. ദുരുപദേശ കൂട്ടങ്ങളിലേക്കും യാതൊരു സാക്ഷ്യമില്ലാത്ത സംഘങ്ങളിലേക്കും ചെന്ന് അവർ പതിക്കുമ്പോൾ ആ വ്യക്തികളെ കുറിച്ച് നമുക്ക് അവന് പറ്റിയ സ്ഥലം അതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ കണക്ക് ചോദിക്കുന്ന കർത്താവിന് മുമ്പിൽ ചെല്ലുമ്പോൾ മുട്ടുകൂട്ടിയിടിക്കും, യാതൊരു സംശയമില്ല. ഈ ഭയം, ഈ ബോധ്യം അപ്പോസ്തലനായ പൗലോസിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് പൗലോസ് കണിശക്കാരനായിരുന്നെങ്കിലും പൗലോസിന്റെ ജീവിതത്തിൽ ഈ കൃപയുടെ ആത്മീക വശം നമുക്ക് കാണുവാനായിട്ട് കഴിയും. തീത്തോസ് വിശ്വാസത്തിൽ ചേർന്ന് വന്നു കഴിഞ്ഞപ്പോൾ പൗലോസിനെ സംബന്ധിച്ച് അവനെ ഉൾക്കൊള്ളുക, ചേർത്ത് കൊണ്ടുപോവുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. പരിച്ഛേദനവാദികളായിരിക്കുന്ന യഹൂദന്മാർ സ്വാഭാവികമായിട്ടും നിന്റെ കൂടെ ഇവനെ കൊണ്ടു നടക്കണമെങ്കിൽ ഇവനെ പരിച്ഛേദന ചെയ്യണം എന്ന് സ്വാഭാവികമായിട്ടും ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കള്ള സഹോദരന്മാർ തനിക്ക് വളരെ ദോഷം ചെയ്തു എന്ന് പൗലോസ് ആവർത്തിച്ച് പറയുന്നുണ്ട്. തീത്തോസിന് ലേഖനം എഴുതുമ്പോഴും ഈ കള്ള സഹോദരന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ തീത്തോസിനോടുള്ള ബന്ധത്തിലും ചില കള്ള സഹോദരന്മാർ ആവശ്യത്തിൽ കൂടുതൽ പിരിമുറുക്കം പൗലോസിന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പൗലോസ് അതിന് വിധേയപ്പെട്ട് കൊടുത്തിട്ടില്ല. കാരണം ക്രിസ്തീയ സഭ എന്താണ് എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു ബോധ്യം പൗലോസിനുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് പഴയ നിയമത്തിൽ സഭയെക്കുറിച്ച് വെളിപ്പാടില്ല എന്ന് വേർപാടുകാരായ നമ്മൾ ഉറച്ചു പറയുന്നത്. പഴയ നിയമത്തിൽ യഹൂദനാണ്, തെരഞ്ഞെടുപ്പിൽ ലൈൻ മുഴുവൻ യഹൂദനിലാണ് ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ യഹൂദന് തുല്യമായ സ്ഥാനത്തേക്ക് യവനന്മാരെ കൂടി ചേർത്ത് കൊണ്ടുവന്ന് ക്രിസ്തുവിൽ ഒന്നായി നിർത്തുമ്പോൾ അപ്പോസ്തലനായ പൗലോസ്, പരീശപ്രമാണിയായിരുന്ന പരീശന്മാരിൽ പാരമ്പര്യവാദിയായിരിക്കുന്ന പൗലോസ് തന്റെ ജീവിതത്തിലെ യഥാർത്ഥ ബോധ്യം ഉൾക്കാഴ്ച തനിക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ തീത്തോസിനെ പരിച്ഛേദന കൂടാതെ ചേർത്ത് നിർത്തി ഇവനും കൃപയ്ക്ക് കൂട്ടവകാശിയാണ്, ഇവനും സഭയുടെ ശുശ്രൂഷ സ്ഥാനത്ത് നിൽക്കുവാൻ
കർത്താവിനാൽ യോഗ്യനാക്കപ്പെട്ടവനാണ് എന്ന് സമർത്ഥിക്കുവാനും സ്ഥാപിക്കുവാനും അതേൽപ്പിച്ചു കൊടുക്കുവാനുമുള്ള ആ തൻ്റെ ഇടം. ഞാൻ തൻ്റെ ഇടവും നമ്മുടെ നാട്ടുമലയാളം ഉപയോഗിച്ചതാ. അധികാരം, ധൈര്യം എന്നൊക്കെ ഉപയോഗിക്കാം. അത്രമാത്രം പൗലോസിന്റെ ഉൾക്കാഴ്ച ഉന്നതമായിരുന്നു. അപ്പൊ സഭാ ശുശ്രൂഷകരായിരിക്കുന്ന നമ്മളുടെ ജീവിതത്തിലും ഈ ആത്മീയ ഉൾക്കാഴ്ച നമുക്കുണ്ടാകണം. അപ്പോഴാണ് നമുക്ക് സഭയെ കർത്താവിന്റെ വരവിൽ, നമുക്കറിയാം, ക്രിസ്തുവിനോട് അനുരൂപരായി വിശ്വാസികൾ രൂപപ്പെട്ടു വരണം. അതിനുവേണ്ടി അവരെ ചെത്തി വെടിപ്പാക്കാൻ വേണ്ടി ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആശാരിമാരാണ്, അല്ല, ചെത്തി വെടിപ്പിക്കുന്ന മേസ്തിരിമാരാണ് ഈ ശുശ്രൂഷകന്മാർ. ഒരു കട്ടയ്ക്ക് കുറച്ച് വളവ് പറ്റിയെന്നോർത്ത് അതിനെടുത്ത് ലൈനിൽ നിന്ന് പുറത്ത് കളയുന്നതല്ല. ചുറ്റിക കൊണ്ട് അല്ലെ കൊലശേഖരം കൊണ്ട് അതിനെ ചെത്തി വെടിപ്പാക്കി കറക്റ്റായിട്ട് സീറ്റിംഗ് ചെയ്ത് കൊണ്ടുപോകുന്ന പണിയാണ് ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്വം. ഇതിനകത്ത് ഹാഫ് ജൂ ആയിരിക്കുന്ന, ഹാഫ് ജെന്റൈലായിരിക്കുന്ന തിമോത്തിയോസിനെ ദൈവം കൊണ്ടുവന്നു. ഫുള്ളി ജൂ ആയിരുന്ന തീത്തോസിനെ ദൈവം കൊണ്ടുവന്നു. ഫുള്ളി ജൂ ആയിരുന്ന പരീശനായിരുന്ന നമ്പർ 1 യഹൂദ പാരമ്പര്യവാദിയായിരിക്കുന്ന പൗലോസിനെ കൊണ്ടുവന്നു, പത്രോസിനെ കൊണ്ടുവന്നു. എല്ലാവരെയും കൂടെ കൊണ്ടുവന്ന് അടിസ്ഥാന പണിയിൽ കർത്താവ് ഒരു ക്രമം ഒരുക്കി വെച്ചു. ഇതാണ് എൻ്റെ ശരീരമാകുന്ന സഭ. ഈ സഭയെ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ പരിപാലിക്കുമ്പോൾ, നമ്മൾ അതിൽ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ടത് വിഷയ സാമൂഹികമായിരിക്കുന്ന ഉച്ചനീചിത്വങ്ങൾ മാനുഷിക നിലയിൽ സഭയ്ക്കുള്ളിൽ വരും. നമുക്കുള്ളിൽ മാനുഷിക ചിന്താഗതി ഒരു സ്വാഭാവികമാണ്, മനുഷ്യരെ. പക്ഷേ സഭയ്ക്കുള്ളിൽ അതിലുപരിയായി ദൈവസ്നേഹത്തിൽ ഒരു ക്രമീകരണമാണ് ദൈവം പദ്ധതി ചെയ്തത് എന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ടത് ആവശ്യം. പൗലോസ് അതിനുവേണ്ടി വളരെ വില കൊടുത്തു. പൗലോസ് ആ കാര്യം തുറന്ന് എഴുതുവാനായിട്ടുള്ള കാരണം, ഇവരുടെ ജീവിതത്തിൽ, ഇവരുടെ ശുശ്രൂഷയിൽ ഇവർ മുമ്പോട്ട് പോകുമ്പോൾ ഇവരും ഇതേ അനുഭവത്തിലൂടെ അടുത്ത തലമുറ ശുശ്രൂഷകരെ ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ ഇവരും ഇത് വെല്ലുവിളി നേരിടും. എന്നാൽ ഭയക്കേണ്ടതില്ല, കർത്താവിനോട് കൂടി ഉണ്ടായിരുന്നതുപോലെ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കുമെന്ന് കർത്താവ് ഓർപ്പിക്കും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ആത്മീക കാഴ്ചപ്പാട്, സഭയെക്കുറിച്ചുള്ള, നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലസഭയെക്കുറിച്ച്, രക്ഷിതഗണത്തെക്കുറിച്ച് ജനറലായിട്ട് നമുക്കുള്ള കാഴ്ചപ്പാട് എന്താണ്? മാനുഷിക ചിന്താഗതികളുണ്ട്, അതില്ല എന്ന് ദൈവവചനവും പറയുന്നത്. എന്നാൽ അതിലുപരിയായിരിക്കുന്ന ഒരു നിലപാടിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് തൻ്റെ ശുശ്രൂഷകന്മാർ, തൻ്റെ ദാസന്മാർ ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതാണ് പൗലോസിലൂടെ നൽകുന്ന സന്ദേശം. ദൈവം എന്ന് വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലേഖനത്തിന്റെ പഠനത്തിലേക്ക് നടക്കാം. അടിസ്ഥാനപരമായിട്ട് ഈ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തെ ഭരിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സ്ഥലം സഭയിൽ ദൈവം നമ്മളെ ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ എല്ലാവരെയും ക്രിസ്തുവിൽ ഒന്നായി കാണുവാനും വിശ്വാസികളെ ദൈവസ്നേഹത്തിൽ എഡിഫൈ ചെയ്യുവാൻ, തെറ്റുപറ്റിയാൽ തിരുത്തുവാനും ആത്മീയമായി പ്രോത്സാഹിപ്പിക്കുവാനുമായിട്ടാണ് ശുശ്രൂഷകന്മാരെ സഭയിലാക്കിയിരിക്കുന്നത്. നമുക്കത് പരസ്യമായിട്ട് ചെയ്യുവാനായിട്ട് നമുക്ക് അങ്ങനെ ഒരു സ്ഥാനം സഭയിൽ ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ജാഗരിക്കുവാൻ, അവരോട് വ്യക്തിപരമായി സംവാദിക്കുവാനായിട്ട് സമയം കണ്ടെത്തേണ്ടത് എല്ലാ വിശ്വാസികളുടെയും, ഏത് ശുശ്രൂഷകളിൽ ഇടപെട്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരുടെ ഉത്തരവാദിത്വമാണ്. ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.